പറയാം. ഇവര് ഒത്തുതീർപ്പായതിന്റെ പേരിൽ പ്രൈവറ്റ് ആക്കിയതാണെന്ന് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടില്ല. കാര്യം എനിക്ക് ഇന്നലെ 1-2 കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം. അവരതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ സീരിയസ്. എല്ലാവർക്കും നമസ്കാരം. പ്രവീണും കൊച്ചും റിലേറ്റ് ചെയ്തിട്ട് ഇതൊരു അവസാനത്തെ വീഡിയോ ആയിരിക്കും. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് പ്രവീണ് തന്നെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതായത് പ്രവീണിന്റെ ചാനലിൽ നിന്ന് പ്രവീൺ ആ വീഡിയോ മുക്കി ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി കളഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ പ്രണവ് കൊച്ചും അതേ ചാനലിൽ നിന്നും ആ വീഡിയോ റിമൂവ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രണ്ടുപേരും തമ്മിലുള്ള വഴക്കുകൾ തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അവരുടെ കുടുംബ പ്രശ്നമാണ്. അവർ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടത് കൊണ്ട് മാത്രമാണ് നാട്ടുകാരെടുത്ത് ചർച്ച ചെയ്തതും കമന്റ് ബോക്സ് ആയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞതും അവരുടേതായ നിഗമനങ്ങൾ പറഞ്ഞതും അവർ ഈ കുടുംബ പ്രശ്നം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടാണ്. അല്ലാതെ നമ്മളാരും അവിടെ പോയിട്ട് ചികഞ്ഞെടുത്ത് കൊണ്ടുവരികയോ അവരുടെ ഫാമിലിയിൽ കയറി കളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഇതൊരു സാധാരണ ഒരു സൗന്ദര്യപ്പിണക്കം എന്നുള്ള രീതിയിൽ കൊച്ചു ഒരു വീഡിയോ ഇടുകയും അതിനുശേഷം പ്രവീൺ ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോ വന്നതിന് ശേഷമാണ് ഇത് സാധാരണ ഒരു കുടുംബ പ്രശ്നമല്ല, അൾട്രലി ഫ്ലോപ്പാണ്, അല്ലെങ്കിൽ ഭയങ്കര വയലൻസും കാര്യങ്ങളും ഡൊമസ്റ്റിക് വയലൻസ് അടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു ഫാമിലി ഇഷ്യൂ ആണെന്ന് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുന്നതും അതിനെ തുടർന്ന് ജനങ്ങൾ അഭിപ്രായങ്ങൾ പറയാനും വലിയൊരു രീതിയിൽ ഇത് സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയം ആകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം കടന്ന് ഇന്ന് പ്രവീൺ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഫസ്റ്റ് ഓഫ് ഒന്ന് വായിക്കാം. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. ഇത്രയും കാലം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ പരിചിതമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന പ്രവീണിന് സോഷ്യൽ മീഡിയയിൽ നിന്നും കരുണ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് സൈഡും ആൾക്കാർ ചൂണ്ടിക്കാണിക്കും, പരസ്പരം ചർച്ച ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, നെഗറ്റീവ് പറയുന്നവരും കാണും. ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വിഷയം കൊണ്ടിടുക, അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ടിടുക, അല്ലെങ്കിൽ നമ്മൾ വായും കൂട്ടി മിണ്ടാതെ സൈഡിൽ കൂടി അങ്ങ് ഒതുങ്ങി പോവുക. നമുക്ക് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമുക്കത് ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം ധൈര്യം വേണം, ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടരുത്. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അല്ലാതെ ഇട്ടതിന് ശേഷം എല്ലാവരും കൂടി എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുകയാണ്, എല്ലാവരും കൂടി എന്നെ കുറ്റം പറയുകയാണ് എന്നൊന്നും പറഞ്ഞ് കൈയും കാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ ഇങ്ങനെയാണ്. പ്രവീണിന്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് മൃദുലയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് മോശം അനുഭവം, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചവിട്ടും കാര്യങ്ങളും കിട്ടിയതടക്കം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായി. അതാണ് ഇത്രയും വഷളാകാനുള്ള ചാൻസ്. അല്ലെങ്കിൽ ഇത് സാധാരണ ഒരു കുടുംബ പ്രശ്നം പോലെ കടന്നു പോകായിരുന്നു. പിന്നെ ഇവിടെ പ്രവീൺ പറയുന്നു, നിലവിലുള്ള പ്രശ്നത്തിന് റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. അതായത് റീച്ചിന് വേണ്ടിയിട്ടെന്ന് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന പ്രവീൺ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനായിരിക്കും പറഞ്ഞത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയുന്നവരായിരിക്കാം, ഓക്കെ ഓരോരുത്തരെ ആയിരിക്കാം പ്രവീൺ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. റീച്ചിന് വേണ്ടി എന്ന് എടുത്ത് പറയുമ്പോൾ അതൊരിക്കലും കമന്റ് ബോക്സിൽ ആൾക്കാരാവാൻ ചാൻസ് ഇല്ല. റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, റീച്ചിന് വേണ്ടിയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ 68 ലക്ഷമാണ് ഈ വീഡിയോക്ക് വ്യൂ പോയിരുന്നത്. 68 ലക്ഷം. ഞാൻ രാവിലെ ഇന്നലെ വൈകിട്ട് എന്തോ നോക്കിയപ്പോൾ 68 ലക്ഷമാണ് ആ വ്യൂ പോയിട്ടുള്ളത്. നിങ്ങളുടെ ചാനലിൽ വൺ ഓഫ് ദ ടോപ്പ് വീഡിയോ എന്നാണ് എനിക്കതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പോപ്പുലർ വീഡിയോ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 42 ലക്ഷത്തി സംതിങ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ 68 ലക്ഷം വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നല്ല ഏണിങ്സും കാര്യങ്ങളുമാണ്. നിങ്ങൾ ഇനി മോണിറ്റൈസേഷൻ ഓഫ് ആണെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഓൺ ആയിരുന്നെങ്കിൽ നല്ലൊരു ഏണിങ്സ് കിട്ടാൻ വകുപ്പുള്ള ഒരു വീഡിയോ ആണ് പ്രവീൺ അവിടെ ഇട്ടിട്ടുള്ളത്. ആ വീഡിയോയിൽ മോണിറ്റൈസേഷൻ ഓഫ് ആവാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷം എമൗണ്ട് ആ വീഡിയോയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ടാകും. ഉറപ്പ് പറയാം, 110% ഉറപ്പ് പറയാം. നിങ്ങളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഇട്ടത് കൊണ്ടാണ് ജനങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്തും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അവസാനം വന്നിട്ട് ഇതെടുത്ത് വെച്ച് അഭിപ്രായം പറഞ്ഞവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരും എല്ലാവരെയും കൂടിയൊക്കെ കുറ്റം പറഞ്ഞ് സൈബർ ബുള്ളിങ് ആക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ ഇട്ട് നമ്മൾ സംസാരിച്ചു, അതാണ്. പാലം കടക്കോളം രാമായണ പിന്നെ മറ്റേ പോരായണം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ചൊല്ലാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ ഓർമ്മ വന്നത്. ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെ എതിരെ സൈബർ ബുള്ളിങ് നടക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ അൺമാസ്കിങ് വീഡിയോ എന്ന് പറഞ്ഞ് പ്രവീൺ ഇട്ടത് വൈഫിനെതിരെ സൈബർ ബുള്ളിങ് ഉള്ളത് കൊണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, വൈഫിനെതിരെ സൈബർ ബുള്ളിങ് വരാനുണ്ടായ ചാൻസ് എന്താ? പ്രണവ് വീഡിയോ ഇട്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് കൊണ്ടാണ് അങ്ങനെ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വിഷയം വന്നത്. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. നല്ല തീരുമാനം, നിങ്ങളുടെ ഇഷ്ടമാണ്. ആ
വീഡിയോ പ്രൈവറ്റ് ആക്കിയെങ്കിൽ. ഞാൻ ഈ പ്രവീൺ കൊച്ചു റിലേറ്റ് ആയിട്ട് ഈ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി ആദ്യ ദിവസം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞു തീർക്കുക, സോഷ്യൽ മീഡിയയിൽ ഇടരുത്. പല വട്ടം ഞാൻ റിപ്പീറ്റ്ലി എടുത്ത് പറഞ്ഞൊരു കേസാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് 4 സൈഡിൽ നിന്നും അഭിപ്രായങ്ങൾ വരും, അത് 4-40 രീതിയിലായിരിക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പ്രശ്നം ഇടുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഇനി സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക് എന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു പ്രശ്നം കൊണ്ട് ഇട്ടു, അതിന് അവസാനം നിങ്ങൾക്ക് നീതി കിട്ടും വരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. പ്രവീണിൻ്റെയും മൃദുലയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ആദ്യം കുതിച്ചുയർന്ന പ്രണവിൻ്റെ ചാനൽ 4 ലക്ഷത്തിന് മേളിൽ പോയ ചാനൽ ഇപ്പോൾ 3,60,60,000 താഴെ പോയി. എന്തായാലും നിങ്ങളും അവിടെ ഒരു രണ്ടാമതൊരു ചാനൽ വളർത്തിയെടുത്തു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റ് റീച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ഒരു 99% റീച്ചാണ് എന്ന് പറയാം. നിങ്ങളുടെ ചാനലിൽ 68 ലക്ഷം വ്യൂ പോയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് ഞാൻ പറയും. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ഓഫ് അനന്ത് പറയുന്നുണ്ട്. അനന്ത് പറഞ്ഞ കുറച്ച് കാര്യം കേട്ടപ്പോൾ എനിക്ക് എന്തോ ഇവിടെ ചീഞ്ഞ് നാറിയതുപോലെ തോന്നി. കേട്ടോക്കാം. മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നിയ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവർ ഒത്തുതീർപ്പായതിൻ്റെ പേരിൽ പ്രൈവറ്റ് ആക്കിയതാണെന്ന് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടില്ല. കാര്യം എനിക്ക് ഇന്നലെ 1-2 കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം. അവരതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ സീരിയസ്ലി എനിക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഇവരുടെ ഈ ഫാമിലി കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നായിരുന്നെങ്കിൽ പല കഥകളും പുറത്തു വന്നേനെ, ഉറപ്പായിട്ടും പുറത്തു വന്നേനെ. അപ്പോൾ ഇപ്പം നാറുന്നതിനേക്കാളും കൂടുതൽ നാറിയാണ് സത്യമായിട്ടും. മേ ബി അത് ഭയന്നിട്ടായിരിക്കണം ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ആക്കി പോയത്. അതായത് അനന്ത് ഇവിടെ പറയുന്നത്, അനന്തുവിനെ ഏതോ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഏതോ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചെന്നാണ് പറഞ്ഞത്. ആ കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി കൂടുതൽ എക്സ്പോസ് ആകും, അല്ലെങ്കിൽ കൂടുതൽ നാറും എന്നുള്ള രീതിയിലാണ് അനന്ത് ഇവിടെ പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിലുള്ള ഇഷ്യൂസ് അനന്തുവിനെ വിളിച്ച് ആരോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും തന്നെ ആയിരിക്കും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഇനി ഈ വിഷയം കത്തിപ്പടർത്തേണ്ട, കാരണം എല്ലാം കുത്തിപ്പൊങ്ങി വരും, വീണ്ടും നാറ്റത്തിൽ നിന്നും നാറ്റത്തിലേക്ക് പോകും, കുടുംബം ആകെ ഭിന്നമാകുന്ന ഒരു അവസ്ഥയായിരിക്കും എന്ന് ഇവരും ചിലപ്പോൾ ചിന്തിച്ച് കാണും. എന്തൊക്കെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാലും ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, നിങ്ങളുടെ കുടുംബ പ്രശ്നം കുടുംബത്തിൽ തന്നെ തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. അത് ഏതൊരു കുടുംബവുമായാലും. അല്ലെങ്കിൽ കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ട് കയറി ഇറങ്ങാം. പക്ഷെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞിട്ട് ജനങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അതിന് അയ്യോ നമുക്ക് സൈബർ ബുള്ളിങ് ആണെന്ന് പറഞ്ഞ്, അയ്യോ നമ്മൾ സൈബർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. നിങ്ങളൊരു വിഷയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ടാണ് ജനങ്ങളെടുത്ത് വെച്ച് അഭിപ്രായം പറയുന്നതും കമൻറ്റ് ചെയ്യുന്നത്. അത് കമൻറ്റ് ചെയ്ത ആൾക്കാരെ പിന്നെ കുറ്റം പറയുന്നത് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, നിങ്ങളെ മോശമായിട്ട് ചീത്തയായിട്ടോ വൾഗറായിട്ടോ കമൻറ്റ് ചെയ്യുന്നവരെ ഓക്കെ നമുക്ക് വിമർശിക്കാം. പക്ഷേ ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് പുറന്തള്ളുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മളടുത്ത് ചില ആൾക്കാർ ന്യായമായ രീതിയിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതുകൊണ്ട് നിൽക്കട്ടെ. അപ്പം അനന്ത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ പുറത്തറിയാത്ത കുറേ പ്രശ്നങ്ങൾ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അതെല്ലാം തീർത്ത് നിങ്ങൾ ഒന്നിച്ചു പോകാൻ പറ്റിയാൽ ഒന്നിച്ചു പോട്ടെ. ഇത് തന്നെയാണ് ഞാൻ ആദ്യം മുതലും പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് മൃദുലയ്ക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒന്നിച്ചു പോകുന്നത് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇനി എന്തായാലും നിങ്ങൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത സ്ഥിതിക്ക് നമുക്കിതിട്ട് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്ക് പ്രശ്നമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അടി കൊണ്ടവനും അടി കൊണ്ടവർക്കും പ്രശ്നമില്ലെങ്കിൽ സൈഡിൽ നിന്ന് കണ്ടുകൊണ്ട് നിന്നവനാണ് പ്രശ്നം. ഇപ്പം എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ദേഹോത്തരം അടിയും വഴക്കൊക്കെ കിട്ടിയെന്നെങ്കിൽ എനിക്ക് പ്രതികരിക്കാം. പക്ഷേ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, കാഴ്ചക്കാരല്ലേ. നമ്മൾ പ്രതികരിച്ചിട്ട് അവസാനം നമ്മളെ തന്നെ കുറ്റം പറയുന്ന അവസ്ഥയിലോട്ട് വരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്.